ഒരു ട്രിക്ക് അനുസരിട്ടെ, ഇത് പണ്ട് സ്കൂളിൽ പഠിച്ചല്ലേ എന്നൊക്കെ തോന്നും, പക്ഷേ ഇതല്ല, സ്കിപ്പ് ചെയ്യണ്ട. ഈ ഒരു പുറകിൽ കാണുന്ന ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഞാൻ ഇവിടെ വന്നിട്ട് അളക്കാൻ പോകുന്നു, ഗൂഗിൾ മാപ്പിന്റെ കൂടെ സഹായത്തോടു കൂടെ. അപ്പോൾ എങ്ങനെയാന്ന് നോക്കാം. ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലവും ബിൽഡിങ്ങും തമ്മിലുള്ള കൃത്യമായ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാറ്റലൈറ്റ് മോഡിലിട്ടിട്ട് മെഷർ ഡിസ്റ്റൻസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. 18 മീറ്ററാണ് ഡിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു സെറ്റപ്പാണ്. ഇത് നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിൽഡിങ്ങിൻ്റെ ബേസും ടോപ്പ് മോസ്റ്റ് പോയിന്റും നമ്മുടെ നേർരേഖയിൽ നിന്നും ഐസൈറ്റിൽ നിന്നും എത്രത്തോളം ആംഗിൾ ഡീവിയേറ്റ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. മെഷർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, പകരം ഇവിടെ അതിൻ്റെ ഒരു ഡെമോ പോലെ കാണിക്കുകയാണ്. എനിക്ക് ബിൽഡിങ്ങിൻ്റെ ബേസ് അളന്ന സമയത്ത് ഓൾമോസ്റ്റ് 85-ലാണ് മെഷർ കിട്ടിയത്. 85 എന്ന് പറഞ്ഞാൽ 5 ഡിഗ്രി ഡിസ്റ്റൻസിൽ. ബിൽഡിങ്ങിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ് അളന്ന സമയത്ത് ഓൾമോസ്റ്റ് 126-ലാണ് റിസൾട്ട് കിട്ടിയത്. ഇനി ചെയ്യേണ്ടത് കിട്ടിയ മെഷർമെൻറ്റ് വെച്ചിട്ട് ഒരു സ്കെച്ച് വരയ്ക്കുക എന്നുള്ളതാണ്. ഈ ലൈനാണ് നമ്മുടെ ഐ സൈറ്റ്. നമ്മൾ അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് നേർരേഖ പോകുന്ന ലൈനാണിത്. ഇനി വരയ്ക്കേണ്ടത് താഴേക്ക് ബിൽഡിങ്ങിൻ്റെ ബേസിലേക്കുള്ള ലൈനാണ്. ബിൽഡിങ്ങിൻ്റെ ബേസ് നമുക്ക് കിട്ടിയത് 85-ലായിരുന്നു. മെഷർ ചെയ്ത സമയത്ത് യൂസ് ചെയ്ത അതേ പിവറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ 5 ഡിഗ്രി മെഷർ ചെയ്ത് നേരെ നീട്ടി വരക്കുന്നു. ഇനി അതുപോലെ ബിൽഡിങ്ങിൻ്റെ ഹയസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടിയത് 126-ലാണ്. അതും നേരെ അടയാളപ്പെടുത്തി മുകളിലേക്ക് നീട്ടി വരക്കുന്നു. ഇനി ആ 18 സെൻറ്റിമീറ്റർ ലൈനിൻ്റെ അങ്ങേ തലക്കയിൽ നിന്ന് നേരെ ലംബമായിട്ട് ഒരു ലൈന് താഴെയുള്ള ലൈനിനെയും മുകളിലുള്ള ലൈനിനെയും തട്ടുന്ന രീതിയിൽ വരയ്ക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു റഫ് സ്കെച്ചാണ്. ഈ ബിൽഡിങ്ങിനെ പ്രതിനിധാനം ചെയ്യുന്ന ഈ ലൈനിനെ മെഷർ ചെയ്ത് നോക്കിയാൽ നമുക്ക് 13.8 സെൻറ്റിമീറ്ററാണ് കിട്ടുന്നത്. 18 സെൻറ്റിമീറ്റർ 18 മീറ്ററായി മാറിക്കഴിഞ്ഞാൽ 13.8 സെൻറ്റിമീറ്റർ എന്നുള്ളത് 13.8 മീറ്റർ എന്നായി മാറും. റഫ് എസ്റ്റിമേഷനാണ്, കാരണം ഗൂഗിൾ മാപ്പിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വാല്യൂ കിട്ടുന്നില്ല. 18 മീറ്റർ എന്ന് മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു എറർ എന്തായാലും ഇതിലുണ്ടാവും. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് വളരെ സിമ്പിളാണ്, പക്ഷേ പവർഫുള്ളാണ്. ഡൗൺ സ്കെയിൽ ദി ഒബ്ജക്റ്റ്, മെഷർ ഇറ്റ്, ദെൻ അപ്സ്കെയിൽ ദ റിസൾട്ട്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഫോളോ ചെയ്ത് വെച്ചോളി. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതുപോലത്തെ ഒരുപാട് കോണ്ടൻറ്റ്സ് അവൈലബിൾ ആണ്.